സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് SSCRT ചാപ്റ്റർ ആണ്. 7th സ്റ്റാൻഡേർഡിൽ സോഷ്യൽ സയൻസിൽ നിന്നുമുള്ള 5ാമത്തെ ചാപ്റ്റർ. അധ്യായത്തിൻ്റെ പേര് നമ്മുടെ ഭൂമി. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഭൂമിയുടെ ആത്മകഥമായിട്ട് പറഞ്ഞിരിക്കുന്നു. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ചുട്ടുപൊള്ളുന്ന ഒരു ഗോളമായിരുന്നു ഞാൻ. പിന്നീട് നിരന്തരം പെയ്ത മഴയിലാണ് ഞാൻ തണുത്തത്. പിന്നെയും ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ജീവജാലങ്ങൾ എന്നിലുണ്ടായത്. സൗരയൂഥ ഗ്രഹങ്ങളിൽ എന്നിൽ മാത്രമാണ് ജീവൻ നിലനിൽക്കുന്നത് എന്നറിയാമല്ലോ. നിങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടതെല്ലാം എന്നിലുണ്ട്. ശ്വസിക്കുവാൻ വേണ്ട വായു, കുടിക്കാനും മറ്റാവശ്യങ്ങൾക്കുമുള്ള ജലം, സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് അനിവാര്യമായ മണ്ണ്, അങ്ങനെ എല്ലാം. ഇനി ഭൂമിയുടെ ഉള്ളറയിലേക്ക്. ഭൂമിയുടെ ഉപരിതലത്തിലെ ചൂടിനെ കുറിച്ച് നമുക്ക് ധാരണയുണ്ടല്ലോ. എന്നാൽ ഉള്ളറയിലെ ചൂട് അതികഠിനമാണ്. ഉള്ളറയുടെ കേന്ദ്രഭാഗത്തെ ചൂട് ഏകദേശം 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. 5500 ഡിഗ്രി സെൽഷ്യസ്. പോയിന്റ് നോട്ട് ചെയ്യുക. അടുത്ത ദിവസം ഇതിൽ നിന്നുമുള്ള മോക്ക് ടെസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പം ഭൂമിയുടെ കേന്ദ്രഭാഗത്തെ ചൂട് ഏകദേശം എത്രയാണ് എന്ന് ചോദിച്ചാൽ 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഭൂമിയുടെ കേന്ദ്രഭാഗത്തെ ചൂട് ഏകദേശം 5500 ഡിഗ്രി സെൽഷ്യസ്. 100 ഡിഗ്രി സെൽഷ്യസിലാണ് വെള്ളം തിളയ്ക്കുക എന്ന് നിങ്ങൾക്കറിയാമല്ലോ. വെള്ളം തിളയ്ക്കുന്നത് 100 ഡിഗ്രി സെൽഷ്യസിലാണ്. 5500 ഡിഗ്രി സെൽഷ്യസ് ചൂട് നിങ്ങൾക്ക് സങ്കല്പിക്കാനാകുമോ? നിങ്ങൾ ഖനികൾ എന്ന് കേട്ടിട്ടില്ലേ? അവയിൽ ഏറ്റവും ആഴമുള്ള ഖനിയുടെ താഴ്ച ഏകദേശം എത്ര കിലോമീറ്റർ ആണെന്ന് അറിയാമോ? ഏകദേശം 12 കിലോമീറ്റർ ആണ് ഏറ്റവും താഴ്ചയുള്ള ഖനിയുടെ, ഏറ്റവും ആഴമുള്ള ഖനിയുടെ താഴ്ച എന്ന് പറയുന്നത് ഏകദേശം 12 കിലോമീറ്റർ ആണ്. അത്രത്തോളം ദൂരം പോലും മനുഷ്യന് ചെന്നെത്താനാകുന്നത് യന്ത്രങ്ങളുടെയും സുരക്ഷാ ഉപകരണങ്ങളുടെയും സഹായത്തോടെയാണ്. ഏകദേശം 6371 കിലോമീറ്റർ ആണ് ഭൂമിയുടെ കേന്ദ്രത്തിലേക്കുള്ള ദൂരം. അപ്പം ഭൂമിയുടെ കേന്ദ്രത്തിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് ഏകദേശം എത്രയാണ്? ഏകദേശം 6371 കിലോമീറ്റർ ആണ് ഭൂമിയുടെ കേന്ദ്രത്തിലേക്കുള്ള ദൂരം. 6371 കിലോമീറ്റർ ആണ് ഭൂമിയുടെ കേന്ദ്രത്തിലേക്കുള്ള ദൂരം. അപ്പോൾ ഭൂമിയുടെ ഉള്ളറയെക്കുറിച്ചുള്ള വിവരങ്ങൾ മനുഷ്യൻ നേരിട്ട് ചെന്ന് മനസ്സിലാക്കുക സാധ്യമാണോ? പിന്നെ എങ്ങനെയാണ് ഭൂമിയുടെ ഉള്ളറയെക്കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത്? ചില ശാസ്ത്രീയ പഠനങ്ങളുടെയും നിഗമനങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഭൂമിയുടെ ഉള്ളറയെ സംബന്ധിച്ച വിവരങ്ങൾ രൂപപ്പെട്ടിട്ടുള്ളത്. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ ഭൂമിയുടെ ഉപരിതലത്തിൽ എത്തിച്ചേരുന്ന വസ്തുക്കൾ പരിശോധിക്കുന്നതിൽ നിന്നും, അതുപോലെ ഖനികളിൽ നിന്ന് ശേഖരിക്കുന്ന വിവരങ്ങളിൽ നിന്നും, ഭൂകമ്പ സമയത്തുണ്ടാകുന്ന തരംഗങ്ങളുടെ ചലനം വിശകലനം ചെയ്യുന്നതിൽ നിന്ന്. ഇപ്പം ഭൂമിയുടെ ഉള്ളറയെ സംബന്ധിച്ച വിവരങ്ങൾ രൂപപ്പെട്ടിട്ടുള്ളത് ഈ 3 കാര്യങ്ങളിൽ നിന്നുമാണ്. ഏതൊക്കെയാണ്? അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ ഭൂമിയുടെ ഉപരിതലത്തിൽ എത്തിച്ചേർന്ന വസ്തുക്കൾ, അവ പരിശോധിക്കുന്നതിൽ നിന്നും, അതുപോലെ ഖനികളിൽ നിന്നും ശേഖരിക്കുന്ന വിവരങ്ങൾ, അതുപോലെ ഭൂകമ്പ സമയത്തുണ്ടാകുന്ന തരംഗങ്ങളുടെ ചലനം എന്നിവ വിശകലനം ചെയ്താണ് ഭൂമിയുടെ ഉള്ളറയെ സംബന്ധിച്ച വിവരങ്ങൾ രൂപപ്പെട്ടിട്ടുള്ളത്. അടുത്തത് ഭൂമിയുടെ ഘടന. ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഭൂമിയുടെ ഘടന. ഇവിടെ ചിത്രം നിരീക്ഷിക്കാൻ തന്നിരിക്കുന്നു. റൈറ്റ് സൈഡിൽ ഭൂമിയുടെ ഘടനയുടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. ഭൂമിയുടെ ഉള്ളറയെ വിവിധ പാളികളായിട്ട് തിരിച്ചിരിക്കുന്നു. ഭൂമിയുടെ ഉള്ളറയെ വിവിധ പാളികളായിട്ട് തിരിച്ചിരിക്കുന്നു. ഏറ്റവും പുറമെയുള്ള പാളിയാണ് ഭൂവൽക്കം. ഭൂമിയുടെ ഏറ്റവും പുറമെയുള്ള പാളി ഏതാണ്? ഭൂവൽക്കമാണ്. ഭൂമിയുടെ ഏറ്റവും പുറമെയുള്ള പാളി ഏതാണ്? ഭൂവൽക്കമാണ്. ഭൂവൽക്കം അഥവാ ക്രസ്റ്റ് ആണ് ഭൂമിയുടെ ഏറ്റവും പുറമെയുള്ള പാളി. ഇവിടെ ചിത്രത്തിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും പുറമെയുള്ള ഭാഗം ഭൂവൽക്കം. ഭൂവൽക്കത്തിന് താഴെയായിട്ടാണ് എന്ത് വരുന്നത്? മാൻറ്റിൽ. മാൻറ്റിലിന് താഴെയായിട്ട് പുറക്കാമ്പ്, ഏറ്റവും ഉള്ളിലായിട്ട് അകക്കാമ്പ്. അപ്പോൾ ഭൂവൽക്കം, മാൻറ്റിൽ, പുറക്കാമ്പ്, അകക്കാമ്പ്. ഭൂവൽക്കം, മാൻറ്റിൽ, പുറക്കാമ്പ്, അകക്കാമ്പ്. ഇനി ഭൂവൽക്കം നോക്കാം. ഭൂമിയുടെ ഏറ്റവും പുറമെയുള്ളതും താരതമ്യേന നേർത്തതുമായ പാളിയാണ് ഭൂവൽക്കം. ഭൂവൽക്കം എന്ന് പറയുന്നത് ഭൂമിയുടെ ഏറ്റവും പുറമെയുള്ളതും അതുപോലെ താരതമ്യേന നേർത്തതുമായ പാളിയാണ് ഭൂവൽക്കം എന്ന് പറയുന്നത്. ഭൂവൽക്കത്തിൻ്റെ
ഭൂമിയുടെ ഏകദേശം 1% മാത്രമാണ് ഭൂവൽക്കമുള്ളത്. ഭൂമിയുടെ ഏകദേശം 1% മാത്രമാണ് എന്തുള്ളത്? ഭൂവൽക്കമുള്ളത്. മാൻഡിൽ ഏകദേശം 84% വരുന്നുണ്ട്. അതുപോലെ കാമ്പ് 15%. അപ്പോൾ ഭൂവൽക്കം എന്ന് പറയുന്നത് ഭൂമിയുടെ ഏകദേശം 1% മാത്രമേ ആകുന്നുള്ളൂ. മാൻഡിലാണ് 84% വരുന്നത്. കാമ്പാണ് 15% വരുന്നത്. അപ്പോൾ ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള താരതമ്യേന നേർത്തതുമായ പാളി നമുക്കറിയാം 1% മാത്രമാണുള്ളത്. ഖരരൂപത്തിലുള്ള പാറകളാൽ നിർമ്മിതമാണ് ഈ പാളി. ഭൂവൽക്കം എന്താണ്? ഖരരൂപത്തിലുള്ള പാറകളാൽ നിർമ്മിതമാണ്. ഭൂവൽക്കം ഖരരൂപത്തിലുള്ള പാറകളാൽ നിർമ്മിതമാണ്. ഭൂവൽക്കത്തിന് വൻകര ഭൂവൽക്കം, സമുദ്ര ഭൂവൽക്കം എന്നിങ്ങനെ 2 ഭാഗങ്ങളുണ്ട്. ഭൂവൽക്കത്തിന് വൻകര ഭൂവൽക്കം, അതുപോലെ സമുദ്ര ഭൂവൽക്കം എന്നിങ്ങനെ 2 ഭാഗങ്ങളുണ്ട്. വൻകര ഭൂവൽക്കത്തിനാണ് കനം കൂടുതൽ. ശരാശരി കനം 30 കിലോമീറ്ററോളം വരും. വൻകര ഭൂവൽക്കത്തിന് പർവ്വത പ്രദേശത്ത് ഏകദേശം 70 കിലോമീറ്റർ കനമുണ്ട്. എന്നാൽ സമുദ്ര ഭൂവൽക്കത്തിന് ശരാശരി 5 കിലോമീറ്ററാണ് കനം. ഭൂവൽക്കത്തെ 2ആയിട്ട് തിരിച്ചിരിക്കുന്നു: വൻകര ഭൂവൽക്കം, സമുദ്ര ഭൂവൽക്കം. അപ്പം വൻകര ഭൂവൽക്കത്തിന്റെ കനം എന്ന് പറയുന്നത് 30 കിലോമീറ്ററോളം വരും. വൻകര ഭൂവൽക്കത്തിന്റെ കനം 30 കിലോമീറ്റർ. സമുദ്ര ഭൂവൽക്കത്തിന്റെ കനം ശരാശരി 5 കിലോമീറ്റർ ആണ്. 5 കിലോമീറ്റർ ആണ് സമുദ്ര ഭൂവൽക്കത്തിന്റെ കനം വരുന്നത്. ഈ വൻകര ഭൂവൽക്കത്തിന്റെ കനം ശരാശരി 30 കിലോമീറ്റർ ആണ് എന്ന് പഠിച്ചു. എന്നാൽ വൻകര ഭൂവൽക്കത്തിന് പർവ്വത പ്രദേശത്ത് കനം കൂടുതലാണ്. പർവ്വത പ്രദേശത്ത് ഏകദേശം 70 കിലോമീറ്ററോളം കനമുണ്ട്. ഇപ്പോൾ വൻകര ഭൂവൽക്കത്തിന് ശരാശരി കനം ചോദിച്ചാൽ എത്രയാണ്? 30 കിലോമീറ്റർ ആണ്. പക്ഷെ പർവ്വത പ്രദേശത്തോട്ട് വരുന്തോറും കനം കൂടി വരികയാണ്. ഏകദേശം 70 കിലോമീറ്ററോളം കനമുണ്ട്. ഇനി സമുദ്ര ഭൂവൽക്കത്തിന്റെ കനം എന്ന് പറയുന്നത് 5 കിലോമീറ്റർ ആണ്. അടുത്തത് മാൻഡിലാണ്. മാൻഡിൽ ഭൂവൽക്കത്തിന് താഴെയുള്ള ഭാഗമാണ് മാൻഡിൽ. താരതമ്യേന കനമുള്ള ഭാഗമാണിത്. ഇതിന് ഏകദേശം 2900 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്നു. മാൻഡിൽ ഏകദേശം 2900 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്നു. ഭൂവൽക്കത്തിനും മാൻഡിലിനും ഉപരിഭാഗവും ചേർന്നുള്ള ഭാഗത്തെയാണ് ശിലാമണ്ഡലം, ലിത്തോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. ഈ പോയിന്റ് നോട്ട് ചെയ്യുക. ഭൂവൽക്കവും മാൻഡിലിന്റെ ഉപരിഭാഗവും ചേർന്നുള്ള ഭാഗം. ഭൂവൽക്കവും മാൻഡിലിന്റെ ഉപരിഭാഗവും ചേർന്നുള്ള ഭാഗമാണ് എന്ത്? ശിലാമണ്ഡലം. ഭൂവൽക്കവും മാൻഡിലിന്റെ ഉപരിഭാഗവും ചേർന്നുള്ള ഭാഗമാണ് ശിലാമണ്ഡലം അഥവാ ലിത്തോസ്ഫിയർ. ശിലാമണ്ഡലത്തിന് താഴെയായി ശിലാപദാർത്ഥങ്ങൾ ഉരുകി മാഗ്മ അർദ്ധദ്രവാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗമാണ് എന്ത്? അസ്തനോസ്ഫിയർ. എന്നാൽ അസ്തനോസ്ഫിയറിന് താഴെയുള്ള ഭാഗം ഖരാവസ്ഥയിലാണ്. അപ്പോൾ ഭൂവൽക്കവും മാൻഡിലിന്റെ ഉപരിഭാഗവും ചേർന്നുള്ള ഭാഗമാണ് ശിലാമണ്ഡലം അഥവാ ലിത്തോസ്ഫിയർ. ശിലാമണ്ഡലത്തിന് താഴെയായിട്ടാണ് ശിലാപദാർത്ഥങ്ങൾ ഉരുകി, അതായത് മാഗ്മാവസ്ഥയിൽ കാണപ്പെടുന്നു. ഈ ഭാഗമാണ് അസ്തനോസ്ഫിയർ. അസ്തനോസ്ഫിയറിന് താഴെയുള്ള ഭാഗം എന്താണ്? ഖരാവസ്ഥയിലാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് കാമ്പാണ്. കാമ്പ് അഥവാ കോറ്. മാൻഡിലിന് താഴെയുള്ള ഭാഗമാണ് എന്ത്? കാമ്പ്. കാമ്പിന് പുറംകാമ്പ്, അകക്കാമ്പ് എന്നിങ്ങനെ 2 ഭാഗങ്ങളുണ്ട്. പുറക്കാമ്പ് ദ്രവാവസ്ഥയിലും അകക്കാമ്പ് ഖരാവസ്ഥയിലുമാണ്. അപ്പോൾ പുറക്കാമ്പ് ഏതവസ്ഥയിലാണ്? ദ്രവാവസ്ഥയിലാണ്. അകക്കാമ്പ് ഖരാവസ്ഥയിലാണ്. കാമ്പ് മുഖ്യമായിട്ടും നിക്കല്, ഇരുമ്പ് എന്നീ ലോഹങ്ങളാൽ രൂപം കൊണ്ടതാണ്. അതിനാൽ കാമ്പിന് നിഫെ എന്നും പേരുണ്ട്. അകക്കാമ്പിലെ ചൂട് എന്ന് പറയുന്നത് ഏകദേശം 500 ഡിഗ്രിയാണ്. അപ്പൊ നിഫെ എന്നറിയപ്പെടുന്നത് എന്താണ്? നിഫെ എന്നറിയപ്പെടുന്നത് കാമ്പാണ് നിഫെ എന്നറിയപ്പെടുന്നത്. നിക്കലും അതുപോലെ ഇരുമ്പും
ചേർന്നാണ് കാമ്പ് രൂപം കൊണ്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് നിഫെ എന്ന പേരിൽ അറിയപ്പെടുന്നു. അകക്കാമ്പിൻ്റെ ചൂട് എന്ന് പറയുന്നത് ഏകദേശം എന്താണ് 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പം മാൻഡിലിന് താഴെയുള്ള ഭാഗമാണ് കാമ്പ്. കാമ്പ് രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു. പുറം കാമ്പുണ്ട്, അകക്കാമ്പുണ്ട്. പുറം കാമ്പ് ഏതവസ്ഥയിലാണ് കാണപ്പെടുന്നത്? ദ്രവാവസ്ഥയിലാണ്. അകക്കാമ്പ് കാണപ്പെടുന്നത് ഖരാവസ്ഥയിലാണ്. കാമ്പ് മുഖ്യമായിട്ടും എന്തുകൊണ്ടാണ് നിർമ്മിതമായിരിക്കുന്നത്? നിക്കലും അയേണും കൊണ്ടാണ്. നിക്കലും ഇരുമ്പും കൊണ്ടാണ് നിർമ്മിതമായിരിക്കുന്നത്. അതിനാൽ കാമ്പിനെ എന്ത് വിളിക്കുന്നു? നിഫെ എന്ന് വിളിക്കുന്നു. നിഫെ. അകക്കാമ്പിലെ ചൂട് നമുക്കറിയാം എത്രയാണ്? 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇനി ഭൂമിയുടെ ഘടനാ സവിശേഷതകൾ. ഭൂവൽക്കം നമ്മൾ പഠിച്ചു. ഏറ്റവും പുറമെയുള്ള ഭാഗമാണ് എന്ത്? ഭൂവൽക്കം. ഭൂവൽക്കം ഖരരൂപത്തിലുള്ള പാറകളാൽ നിർമ്മിതമാണ്. അതുപോലെ ഭൂവൽക്കം രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു. വൻഖര ഭൂവൽക്കം, അതുപോലെ സമുദ്ര ഭൂവൽക്കം. ഇനി മാൻഡിൽ. ഭൂവൽക്കത്തിന് താഴെ 2900 കിലോമീറ്റർ വരെയുള്ള ഭാഗമാണ് എന്ത്? മാൻഡിൽ. മാൻഡിലുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട മറ്റു 2 പോയിന്റുകളാണ് ശിലാമണ്ഡലം, അതുപോലെ എന്ത്? അസ്തനോസ്ഫിയർ. ഇനി നിഫെ. കാമ്പ് എന്താണ്? നിഫെ എന്നറിയപ്പെടുന്നു. നിക്കലും അയേണും കൊണ്ട് നിർമ്മിതമാണ്. കാമ്പ് അകക്കാമ്പുണ്ട്, പുറക്കാമ്പുണ്ട്. ഭൂമിയുടെ ഉള്ളറയുടെ ഓരോ പാളിയുടെയും സവിശേഷതകൾ പട്ടികയിൽ നൽകിയിരിക്കുന്നു. അവയിൽ ശരിയായവയുടെ നേരെ സ്മൈലിയും തെറ്റായവയുടെ നേരെ ഈ സ്മൈലിയും ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം. ഭൂമിയുടെ ഏറ്റവും പുറമെയുള്ള ശിലാനിർമ്മിതമായ ഉറപ്പുള്ള ഭാഗമാണ് ഭൂവൽക്കം. എന്താണ്? ശരിയാണ്. ഭൂവൽക്കവും മാൻഡിലിൻ്റെ ഉപരിഭാഗവും ചേർന്നതാണ് എന്ത്? ശിലാമണ്ഡലം. ശരിയാണ്. ശിലാപദാർത്ഥങ്ങൾ, അതായത് മാഗ്മ ഉരുകി അർദ്ധ ദ്രവാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗമാണ് എന്ത്? അസ്തനോസ്ഫിയർ. ശരിയാണ്. പുറക്കാമ്പ് ദ്രവാവസ്ഥയിലാണ്. പുറക്കാമ്പ് ഏതവസ്ഥയിലാണ്? ദ്രവാവസ്ഥയിലാണ്. ശരിയാണ്. വൻകര ഭൂവൽക്കം, സമുദ്ര ഭൂവൽക്കം എന്നിവ ഭൂവൽക്കത്തിന്റെ 2 ഭാഗങ്ങളാണ്. ശരിയാണ്. കാമ്പിന് നിഫെ എന്നും പേരുണ്ട്. എന്ത്? ശരിയാണ്. അടുത്തതായിട്ട് നമുക്ക് പഠിക്കുവാനായിട്ടുള്ളത് അന്തരീക്ഷ സംരചന, കോമ്പോസിഷൻ ഓഫ് ദ അറ്റ്മോസ്ഫിയർ. ഭൗമോപരിതലത്തിൽ നിന്ന് 10,000-ഓളം കിലോമീറ്റർ ഉയരം വരെ അന്തരീക്ഷത്തിന്റെ സാന്നിധ്യമുണ്ട്. ഭൗമോപരിതലത്തിൽ നിന്നും 10,000-ഓളം കിലോമീറ്റർ ഉയരം വരെ അന്തരീക്ഷത്തിന്റെ സാന്നിധ്യമുണ്ട്. എന്നാൽ ആകെ അന്തരീക്ഷവായുവിന്റെ 97% സ്ഥിതി ചെയ്യുന്നത് ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം 29 കിലോമീറ്റർ ഉയരം വരെയാണെന്ന് കണക്കാക്കപ്പെടുന്നു. അപ്പം ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം 29 കിലോമീറ്റർ ഉയരം വരെയാണ് 97% അന്തരീക്ഷവായു സ്ഥിതി ചെയ്യുന്നത്. മനുഷ്യരും മറ്റു ജീവജാലങ്ങൾക്കും ജീവവായുവായ ഓക്സിജൻ, സസ്യങ്ങളുടെ നിലനിൽപ്പിന് ആവശ്യമായ കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവ ലഭിക്കുന്നത് അന്തരീക്ഷത്തിൽ നിന്നാണ്. ഈ 2 വാതകങ്ങളാണ് ഭൂമിയിൽ ജീവൻ നിലനിർത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത്. ഏതൊക്കെയാണ്? ഓക്സിജൻ, അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും. ഇനി അന്തരീക്ഷ വാതകങ്ങൾ. ഈ പിക്ചർ നോട്ട് ചെയ്യുക. ഇതിൽ പറഞ്ഞിട്ടുണ്ട് 78% എന്താണ്? നൈട്രജൻ ആണ്. അന്തരീക്ഷ വായുവിൻ്റെ വാതകം 78% നൈട്രജൻ ആണ്. 21% എന്താണ്? ഓക്സിജൻ ആണ്. ബാക്കി വരുന്ന ഈ 1% ഏതൊക്കെ വാതകങ്ങൾ വരുന്നു? ആർഗൺ, കാർബൺ ഡൈ ഓക്സൈഡ്, നിയോൺ, ഹീലിയം, ക്രിപ്റ്റോൺ, സിനോൺ, ഹൈഡ്രജൻ എന്നിവയെല്ലാം ഈ ബാലൻസ് 1% ആണ് ഈ വാതകങ്ങളെല്ലാം കൂടി വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതലുള്ളത് ഏത് വാതകമാണ്? നൈട്രജൻ ആണ്. നൈട്രജൻ എത്ര ശതമാനമാണ്? 78% എന്താണ്? നൈട്രജൻ ആണ്. നൈട്രജനും ഓക്സിജനും കൂടി ആകെ അന്തരീക്ഷ സംരചനയുടെ എത്ര ശതമാനമുണ്ട്? നൈട്രജൻ പ്ലസ് ഓക്സിജൻ 78, 21, 99% എന്താണ്? നൈട്രജനും ഓക്സിജനുമാണ്. 99% നൈട്രജനും ഓക്സിജനും.
സൂര്യതാപമേറ്റ് ഭൗമോപരിതലത്തിൽ നിന്നും ജലം നീരാവിയായിട്ട് അന്തരീക്ഷത്തിലെത്തുന്ന പ്രക്രിയയാണ് എന്ത്? ബാഷ്പീകരണം. ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം 90 കിലോമീറ്റർ വരെ മാത്രമേ ബാഷ്പീകരണത്തിന്റെ സാന്നിധ്യമുള്ളൂ. എത്രയാണ്? 90 കിലോമീറ്റർ. വാതകങ്ങൾ, ജലതന്മാത്രകൾ എന്നിവയ്ക്ക് പുറമെ പൊടിപടലങ്ങളും അന്തരീക്ഷത്തിന്റെ ഭാഗമാണ്. പൊടിപടലങ്ങൾ സാധാരണയായി കണ്ടുവരുന്നത് ഭൗമോപരിതലത്തിനോട് ചേർന്നുള്ള അന്തരീക്ഷ ഭാഗങ്ങളിലാണ്. അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ ചുറ്റി അന്തരീക്ഷ നീരാവി ഘനീഭവിച്ച് മേഘങ്ങൾ രൂപപ്പെടുന്നു. അതിനാൽ അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ ഘനീകരണമർമ്മങ്ങൾ എന്ന് വിളിക്കുന്നു. ഏതൊക്കെ മാർഗങ്ങളിലൂടെയാണ് അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങൾ എത്തുന്നത്? ഏതൊക്കെ മാർഗങ്ങളിലൂടെയാണ്? കാറ്റിലൂടെ ഭൂമിയിൽ നിന്നും ഉയർത്തപ്പെടുന്നവ, അഗ്നിപർവ്വതത്തിലൂടെ പുറത്തു വരുന്നവ, ഉൽക്കകൾ കത്തുന്നതിലൂടെ ഉണ്ടാകുന്ന ചാരം. അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങളുടെ സാന്നിധ്യം കണ്ടുവരുന്നത് എന്തൊക്കെ കാരണങ്ങളാലാണ്? കാറ്റിലൂടെ ഭൂമിയിൽ നിന്നും ഉയർത്തപ്പെടുന്നവ, അഗ്നിപർവ്വതത്തിലൂടെ പുറത്തു വരുന്നവ, അതുപോലെ ഉൽക്കകൾ കത്തുന്നതിലൂടെ ഉണ്ടാകുന്ന ചാരം. ഭൂമിയിലെ ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് അന്തരീക്ഷം എങ്ങനെയെല്ലാം പ്രയോജനപ്പെടുത്തുന്നു? കാലാവസ്ഥ പ്രതിഭാസങ്ങൾക്ക് കാരണമാകുന്നു. ഹാനികരങ്ങളായ സൂര്യരശ്മികളിൽ നിന്നും എന്ത്? അന്തരീക്ഷം സംരക്ഷിക്കുന്നു. അടുത്തതായിട്ട് നമുക്ക് പഠിക്കേണ്ടത് അമ്ലമഴ. കൽക്കരി, പെട്രോളിയം ഇന്ധനങ്ങൾ, ഡീസൽ തുടങ്ങിയവ കത്തുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, സൾഫർ ഡയോക്സൈഡ് തുടങ്ങിയ നിരവധി വാതകങ്ങൾ അന്തരീക്ഷത്തിലെത്തുന്നു. ഇവ മഴവെള്ളത്തോടൊപ്പം കലർന്ന് വെള്ളത്തിൽ ആസിഡ് സ്വഭാവം കൈവന്ന് ഭൂമിയിലേക്ക് എത്തുന്നു. മഴവെള്ളത്തിന്റെ pH മൂല്യം 5-ൽ കുറവാണെങ്കിൽ അതിന് അമ്ലമഴയായിട്ട് കണക്കാക്കും. ഈ ഭാഗത്ത് 2 പ്രധാനപ്പെട്ട പോയിന്റ്. അമ്ലമഴയായിട്ട് കണക്കാക്കണമെങ്കിൽ മഴവെള്ളത്തിന്റെ pH മൂല്യം 5-ൽ കുറവായിരിക്കണം. ശുദ്ധജലത്തിന്റെ pH മൂല്യം എത്രയാണ്? 7 ആണ്. ശുദ്ധജലത്തിന്റെ pH മൂല്യം എത്രയാണ്? 7 ആണ്. അമ്ലമഴയായിട്ട് കണക്കാക്കണമെങ്കിൽ മഴവെള്ളത്തിന്റെ pH മൂല്യം 5-ൽ കുറവായിരിക്കണം. ഇനി പുകമഞ്ഞ്, സ്മോഗ്. പുകയും മൂടൽമഞ്ഞും ചേർന്നാണ് പുകമഞ്ഞ് രൂപപ്പെടുക. പുകയും മൂടൽമഞ്ഞും. വ്യവസായശാലകൾ, നിർമ്മാണ പ്രവർത്തനങ്ങൾ, വാഹനങ്ങൾ, കാർഷിക വിളകളുടെ അവശിഷ്ടങ്ങൾ കത്തിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെ ഉണ്ടാകുന്ന പുകയും പൊടിപടലങ്ങളും അന്തരീക്ഷത്തിൽ നിറയുന്നു. ഇവ മഞ്ഞുമായിട്ട് കലർന്ന് പുകമഞ്ഞ് രൂപപ്പെടുന്നു. പക്ഷാഘാതം, ഹൃദ്രോഗം, ശ്വാസകോശ രോഗങ്ങൾ എന്നിവ വർദ്ധിക്കാൻ വായുമലിനീകരണം കാരണമാകുന്നുണ്ടെന്ന് പല പഠനങ്ങളും ചൂണ്ടിക്കാട്ടുന്നു. ഇനി നമുക്ക് പഠിക്കാനുള്ള അടുത്ത പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അന്തരീക്ഷ ഘടന. താപവ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ അന്തരീക്ഷത്തെ 5 വ്യത്യസ്ത പാളികളായിട്ട് തിരിച്ചിരിക്കുന്നു. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്തരീക്ഷത്തെ 5 വ്യത്യസ്ത പാളികളായിട്ട് തിരിച്ചിരിക്കുന്നത്? താപവ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്തരീക്ഷത്തെ 5 വ്യത്യസ്ത പാളികളായിട്ട് തിരിച്ചിരിക്കുന്നത്. അവ ഏതൊക്കെയാണ്? ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ. ഏതൊക്കെയാണ്? ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ. ഇതെന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ തിരിച്ചിരിക്കുന്നത്? താപവ്യത്യാസത്തിന്റെ അടിസ്ഥാനം. താപവ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്തരീക്ഷത്തെ വിവിധ ലെയേഴ്സ് ആയിട്ട് തിരിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ. അപ്പൊ അന്തരീക്ഷ പാളികൾ ഏതൊക്കെയാണ്? ഇവിടെ നമുക്ക് ഫില്ല് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ്? ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ. ഇനി നമുക്ക് ട്രോപ്പോസ്ഫിയറിനെ കുറിച്ച് പഠിക്കാം. അന്തരീക്ഷത്തിൽ ഏറ്റവും താഴെയുള്ള പാളിയാണ് എന്ത്? ട്രോപ്പോസ്ഫിയർ. ഇവിടെ ചിത്രത്തിൽ കാണാം. ഏറ്റവും താഴെയുള്ള പാളിയാണ് എന്ത്? ട്രോപ്പോസ്ഫിയർ. ഇവിടെ ഒരു ഫ്ലൈറ്റിന്റെ ചിത്രം തന്നിട്ടുണ്ട്, അതും കൂടി നോട്ട് ചെയ്തോളൂ. അപ്പം അന്തരീക്ഷത്തിന്റെ ഏറ്റവും താഴെയുള്ള പാളിയാണ് ട്രോപ്പോസ്ഫിയർ. ഇതിന് ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം 13 കിലോമീറ്റർ വരെ ഉയരം വരും. അപ്പം ട്രോപ്പോസ്ഫിയറിന്റെ ഉയരം എത്ര കിലോമീറ്റർ വരെയാണ് വരുന്നത്? ട്രോപ്പോസ്ഫിയർ 13 കിലോമീറ്റർ ഉയരം വരുന്ന എന്തിനാ? ട്രോപ്പോസ്ഫിയർ.
ധ്രുവ പ്രദേശത്ത് ഏകദേശം 8 കിലോമീറ്റർ. എവിടെയാണ്? ധ്രുവ പ്രദേശത്ത് ഏകദേശം 8 കിലോമീറ്റർ. അതുപോലെ ഭൂമധ്യരേഖ പ്രദേശത്ത് 18 കിലോമീറ്ററും ഉയരമാണുള്ളത്. ഭൂമധ്യരേഖ പ്രദേശത്ത് ചൂട് കൂടുതലായതിനാലാണ് ഇത്. അപ്പോൾ അന്തരീക്ഷത്തിന്റെ ഏറ്റവും താഴെയുള്ള പാളി ഏതാണ്? ട്രോപ്പോസ്ഫിയർ ആണ്. ഇതിന്റെ ഭൗമോപരിതലത്തിൽ നിന്നുള്ള ശരാശരി ഉയരം എത്രയെന്ന് ചോദിച്ചാൽ 13 കിലോമീറ്റർ ആണ്. ധ്രുവ പ്രദേശത്ത് അത് ഏകദേശം 8 കിലോമീറ്ററും ഭൂമധ്യരേഖ പ്രദേശത്ത് ഏകദേശം 18 കിലോമീറ്ററുമാണ്. ഇതിന് കാരണം എന്താണ്? ഭൂമധ്യരേഖ പ്രദേശത്ത് ചൂട് കൂടുതലായതിനാലാണ്. പൊടിപടലങ്ങളും ജലബാഷ്പം ഏറ്റവും കൂടുതൽ ഈ പാളിയിലാണ്. പൊടിപടലം അതുപോലെ ജലബാഷ്പം എന്നിവ ഏറ്റവും കൂടുതലായിട്ടുള്ളത് ഏതിലാണ്? ട്രോപ്പോസ്ഫിയറിലാണ്. കൂടാതെ മേഘരൂപീകരണം, മഴ, മഞ്ഞ്, കാറ്റ് തുടങ്ങിയ അന്തരീക്ഷ പ്രതിഭാസങ്ങൾ സംഭവിക്കുന്നത് ഏതിലാണ്? ട്രോപ്പോസ്ഫിയറിലാണ്. ഈ ഭാഗത്തു നിന്ന് പ്രത്യേകിച്ച് ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്, പ്രത്യേകം നോട്ട് ചെയ്യുക. ട്രോപ്പോസ്ഫിയറിന്റെ ഒരു പ്രധാന സവിശേഷത ഭൗമോപരിതലത്തിൽ നിന്ന് ഓരോ 165 മീറ്റർ ഉയരത്തിലും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ അന്തരീക്ഷ താപനില കുറയുന്നു എന്നതാണ്. 165 മീറ്റർ ഉയരം കൂടുന്നതനുസരിച്ച് 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ എന്ത് പറ്റുന്നു? അന്തരീക്ഷ താപനില കുറയുന്നു. അപ്പം 165 മീറ്റർ ഉയരം കൂടുന്നതിനനുസരിച്ച് 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ അന്തരീക്ഷ താപനില കുറയുന്നു. ഇതിനെ ക്രമമായ താപനഷ്ട നിരക്ക് എന്ന് വിളിക്കുന്നു. ഈ ഒരു ഭാഗത്ത് നിന്ന് സ്ഥിരം ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാ പോയിന്റ്സും പ്രത്യേകം നോട്ട് ചെയ്യുക. അന്തരീക്ഷത്തിന്റെ ഏറ്റവും താഴെയുള്ള പാളി ഏതാണ്? ട്രോപ്പോസ്ഫിയർ ആണ്. അതിന്റെ ശരാശരി ഉയരം 13 കിലോമീറ്റർ ആണ്. ധ്രുവ പ്രദേശത്ത് 8 കിലോമീറ്റർ ആണ്. ഭൂമധ്യരേഖ പ്രദേശത്ത് 18 കിലോമീറ്റർ വരുന്നു. ഇതിന് കാരണം എന്താണ്? ഭൂമധ്യരേഖ പ്രദേശത്ത് ചൂട് കൂടുതലായതിനാലാണ്. ഇനി പൊടിപടലങ്ങൾ, ജലബാഷ്പം എന്നിവ കൂടുതൽ കാണപ്പെടുന്നത് ഏത് ലെയറാണ്? ട്രോപ്പോസ്ഫിയറിലാണ്. മേഘരൂപീകരണം, മഴ, മഞ്ഞ്, കാറ്റ് തുടങ്ങിയ അന്തരീക്ഷ പ്രതിഭാസങ്ങൾ സംഭവിക്കുന്നത് ഏത് പാളിയിലാണ്? ട്രോപ്പോസ്ഫിയറിലാണ്. അപ്പം ട്രോപ്പോസ്ഫിയറിൽ എത്ര കിലോമീറ്റർ കൂടുമ്പോഴാണ് 1 ഡിഗ്രി സെൽഷ്യസ് എന്ന രീതിയിലെ താപനില കുറഞ്ഞു വരുന്നത്? 165 മീറ്റർ കൂടുമ്പോൾ. 165 മീറ്റർ. ഇതിനെ വിളിക്കുന്നത് എന്താണ്? ക്രമമായ താപനഷ്ട നിരക്ക് എന്നാണ്. അടുത്തത് സ്ട്രാറ്റോസ്ഫിയർ. ട്രോപ്പോസ്ഫിയറിന് തൊട്ടു മുകളിലുള്ള അന്തരീക്ഷ പാളിയാണ് എന്ത്? സ്ട്രാറ്റോസ്ഫിയർ. ഭൗമോപരിതലത്തിൽ നിന്ന് ശരാശരി 50 കിലോമീറ്റർ വരെയാണ് ഉയരം. എത്രയാണ്? 50 കിലോമീറ്റർ. സ്ട്രാറ്റോസ്ഫിയറിൽ ഒരു നിശ്ചിത ഉയരം കഴിയുമ്പോൾ താപം വർദ്ധിച്ചു വരുന്നതായിട്ട് കാണാം. സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളിയുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, ഓസോൺ പാളി കാണപ്പെടുന്നത് ഏത് അന്തരീക്ഷ പാളിയിലാണ്? സ്ട്രാറ്റോസ്ഫിയറിലാണ്. ഇത് ഉപരിതലത്തിൽ നിന്ന് ഏകദേശം 25 കിലോമീറ്റർ ഉയരത്തിലാണ് നിലകൊള്ളുന്നത്. അപ്പൊ സ്ട്രാറ്റോസ്ഫിയർ, ട്രോപ്പോസ്ഫിയറിന് തൊട്ടുമുകളിലുള്ള അന്തരീക്ഷ പാളി ഏതാണ്? സ്ട്രാറ്റോസ്ഫിയർ ആണ്. ഓസോൺ പാളി കാണപ്പെടുന്നത് ഏത് ലെയറിലാണ്? സ്ട്രാറ്റോസ്ഫിയറിലാണ്. ഭൗമോപരിതലത്തിൽ നിന്ന് ശരാശരി 50 കിലോമീറ്റർ വരെയാണ് ഉയരം. സ്ട്രാറ്റോസ്ഫിയറിൽ ഒരു നിശ്ചിത ഉയരം കഴിയുമ്പോൾ താപം വർദ്ധിച്ചു വരുന്നതായിട്ട് കാണാം. ഓസോൺ പാളിയിൽ ഓസോൺ ഭൂമിയുടെ രക്ഷാ കവചം. അടുത്തത്, സൂര്യനിൽ നിന്നുള്ള അപകടകാരികളായ അൾട്രാവയലറ്റ് രശ്മികളെ തടഞ്ഞു നിർത്തി ഭൂമിയെ സംരക്ഷിക്കുന്നത് അന്തരീക്ഷത്തിലെ ഓസോൺ വാതകങ്ങളുടെ സാന്നിധ്യമാണ്. അൾട്രാവയലറ്റ് രശ്മികൾ വർദ്ധിച്ച തോതിൽ ഭൗമോപരിതലത്തിൽ പതിച്ചാൽ അത് ജീവജാലങ്ങൾക്ക് ഹാനികരമാവുകയും ആവാസ വ്യവസ്ഥയെ ദോഷകരമായിട്ട് ബാധിക്കുകയും ചെയ്യും. അൾട്രാവയലറ്റ് കിരണങ്ങൾ ഭൂമിയിൽ എന്തെല്ലാം ദോഷങ്ങളാണ് ഉണ്ടാക്കുക? ഏതൊക്കെയാണ്? ആഹാര ശൃംഖലയുടെ തകർച്ച, കൃഷിനാശം, സസ്യവളർച്ച മുരടിക്കൽ, അകാല വാർദ്ധക്യം, അന്ധത, തിമിരം, ത്വക്കിലുണ്ടാകുന്ന ക്യാൻസർ. അൾട്രാവയലറ്റ് കിരണങ്ങൾ സൃഷ്ടിക്കാവുന്ന ദോഷങ്ങൾ ഏതൊക്കെയാണ്? ആഹാര ശൃംഖല തകർച്ചയുണ്ടാകുന്നു, കൃഷിനാശം സംഭവിക്കുന്നു, സസ്യവളർച്ച മുരടിക്കുന്നു, അകാല വാർദ്ധക്യം സംഭവിക്കുന്നു, അന്ധത, തിമിരം എന്നിവയുണ്ടാകാൻ കാരണമാകുന്നു, ത്വക്കിലുണ്ടാകുന്ന ക്യാൻസർ കൂടുന്നു. ഇനി ഓസോൺ ദിനം. എല്ലാ വർഷവും സെപ്റ്റംബർ 16 ലോക ഓസോൺ ദിനമായിട്ട് ആചരിക്കുന്നു. സെപ്റ്റംബർ 16
ലോക ഓസോൺ ദിനം. ഓസോൺ സംരക്ഷണത്തിന്റെ ആവശ്യകത സംബന്ധിച്ച് ജനങ്ങളിൽ അവബോധമുണ്ടാക്കുക, ഓസോൺ ശോഷണത്തിന് കാരണമായേക്കാവുന്ന ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം നിയന്ത്രിക്കുക എന്നിവയാണ് ഈ ദിനാചരണത്തിന്റെ 1994 മുതലാണ് ഐക്യരാഷ്ട്ര സംഘടന ഓസോൺ ദിനം ആചരിച്ച് തുടങ്ങിയത്. അതുപോലെ 1988 ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി യോഗത്തിലാണ് ഓസോൺ പാളി സംരക്ഷണ ദിനമായിട്ട് പ്രഖ്യാപിച്ചത്. 1988 ഓസോൺ പാളി സംരക്ഷണ ദിനമായിട്ട് പ്രഖ്യാപിച്ചത്. അതുപോലെ പാളിയുടെ സംരക്ഷണത്തിനായിട്ട് 1987 സെപ്റ്റംബർ 16 കാനഡയിലെ മോൺട്രിയോളിൽ ഉടമ്പടി ഒപ്പുവെച്ചു. ഓസോൺ പാളിയിൽ സുഷിരങ്ങൾ സൃഷ്ടിക്കുന്ന രാസവസ്തുക്കളുടെ നിർമ്മാണവും ഉപയോഗവും കുറയ്ക്കുക എന്നതാണ് ഇതിൻ്റെ ഉദ്ദേശം. അപ്പോൾ മോൺട്രിയോൾ പ്രോട്ടോകോൾ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഓസോൺ പാളിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഓസോൺ പാളിയിൽ സുഷിരങ്ങൾ സൃഷ്ടിക്കുന്ന രാസവസ്തുക്കളുടെ നിർമ്മാണവും ഉപയോഗവും കുറയ്ക്കുകയാണ് ഇതിൻ്റെ ലക്ഷ്യം. മോൺട്രിയൽ പ്രോട്ടോകോൾ. അടുത്തതായിട്ട് മീസോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയറിന് മുകളിൽ ഏകദേശം 50 കിലോമീറ്റർ മുതൽ 80 കിലോമീറ്റർ വരെ വ്യാപിച്ചിരിക്കുന്ന അന്തരീക്ഷ പാളിയാണിത്. മീസോസ്ഫിയർ വരുന്നത് സ്ട്രാറ്റോസ്ഫിയറിന് തൊട്ട് മുകളിലായിട്ടാണ്. ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം 80 കിലോമീറ്റർ ഉയരത്തിൽ എത്തുമ്പോഴേക്കും താപനില 100 ഡിഗ്രി സെൽഷ്യസ് വരെ എത്തുന്നു. 100 ഡിഗ്രി സെൽഷ്യസ് വരെ താഴുന്നു. -100 ഡിഗ്രി സെൽഷ്യസിൽ എത്തുന്നു. അന്തരീക്ഷത്തിൽ ഏറ്റവും കുറഞ്ഞ താപനിലയാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. ഇപ്പം ഏറ്റവും കുറഞ്ഞ താപനില അനുഭവപ്പെടുന്ന അന്തരീക്ഷ പാളി ഏതാണ്? മീസോസ്ഫിയർ ആണ്. ഏറ്റവും കുറഞ്ഞ താപനില അനുഭവപ്പെടുന്ന അന്തരീക്ഷ പാളി ഏതാണ്? മീസോസ്ഫിയർ. ഭൗമാന്തരീക്ഷത്തിലേക്ക് കടന്നെത്തുന്ന ഉൽക്കകൾ മിക്കതും കത്തിച്ചാരമാകുന്നത് ഈ പാളിയിൽ വെച്ചാണ്. ഈ 2 പോയിന്റ് പ്രത്യേകം നോട്ട് ചെയ്യുക. ഉൽക്കകൾ കത്തിച്ചാരമാകുന്നത് ഏത് പാളിയിൽ വെച്ചാണ്? മീസോസ്ഫിയറിൽ വെച്ചാണ്. മീസോസ്ഫിയർ. അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനില അനുഭവപ്പെടുന്നത് എവിടെയാണ്? മീസോസ്ഫിയറിലാണ്. അടുത്തത് തെർമോസ്ഫിയർ. മീസോസ്ഫിയറിന് മുകളിൽ ഏകദേശം 80 മുതൽ 400 കിലോമീറ്റർ വരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളിയാണ് തെർമോസ്ഫിയർ. ഉയരം കൂടുന്തോറും താപനില കൂടി വരുന്നു. തെർമോസ്ഫിയറിന്റെ താഴ്ന്ന ഭാഗത്തെയാണ് അയണോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. തെർമോസ്ഫിയറിന്റെ താഴത്തെ ഭാഗമാണ് എന്ത്? അയണോസ്ഫിയർ. തെർമോസ്ഫിയറിന്റെ താഴത്തെ ഭാഗമാണ് എന്ത്? അയണോസ്ഫിയർ. അയണോസ്ഫിയർ അന്തരീക്ഷത്തിന്റെ ഏകദേശം 80 മുതൽ 400 കിലോമീറ്റർ വരെ ഉയരത്തിൽ അൾട്രാവയലറ്റ്, എക്സ്റേ തുടങ്ങിയ തീവ്ര സൂര്യരശ്മികൾ വാതക തന്മാത്രകളെ അയോണുകളാക്കി മാറ്റുന്നു. ഈ പ്രക്രിയയെ അയോണീകരണം എന്നും ഈ പ്രവർത്തനം നടക്കുന്ന മണ്ഡലത്തെ അയണോസ്ഫിയർ എന്നും വിളിക്കുന്നു. അയോണുകൾക്ക് വൈദ്യുതിയെ കടത്തിവിടുവാൻ കഴിയും. റേഡിയോ തരംഗങ്ങൾ വൈദ്യുത കാന്തിക തരംഗങ്ങളാണ്. അതുകൊണ്ട് മേഖല റേഡിയോ തരംഗങ്ങളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്നു. റേഡിയോ തരംഗങ്ങളുടെ പ്രക്ഷേപണം സാധ്യമാകുന്നത് എവിടെയാണ്? അയണോസ്ഫിയറിലാണ്. അയണോസ്ഫിയർ. അടുത്തത് എക്സോസ്ഫിയർ. അന്തരീക്ഷത്തിലെ ഏറ്റവും മുകളിലുള്ള പാളി ഏതാണ്? എക്സോസ്ഫിയർ ആണ്. 400 കിലോമീറ്ററിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന എക്സോസ്ഫിയർ എന്ന അന്തരീക്ഷ പാളിയിൽ വായു തന്മാത്രകളുടെ സാന്നിധ്യം ക്രമേണ കുറഞ്ഞ ബഹിരാകാശത്തിന്റെ ഭാഗമായിട്ട് മാറുന്നു. എക്സോസ്ഫിയർ. ഏറ്റവും മുകളിലുള്ള അന്തരീക്ഷ പാളി ഏതാണ്? എക്സോസ്ഫിയർ ആണ്. അടുത്തതായിട്ട് അന്തരീക്ഷ പാളികളും അവയുടെ സവിശേഷതകളുമാണ് ചുവടെ തന്നിട്ടുള്ളത്. അവ ചേരുംപടി ചേർക്കുക. 5 അന്തരീക്ഷ പാളികൾ തന്നിട്ടുണ്ട്. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ. അപ്പോൾ അവയുടെ സവിശേഷതകളുമായിട്ട് മാച്ച് ചെയ്യുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും ആദ്യം എന്താണ് ഇവിടെ? എക്സോസ്ഫിയർ നോക്കാം. എക്സോസ്ഫിയർ എന്താണ് മാച്ച് ആവുന്നത്? എക്സോസ്ഫിയർ വായു തന്മാത്രകൾ ക്രമേണ കുറഞ്ഞ ബഹിരാകാശത്തിലേക്ക് ലയിക്കുന്നു. ഏറ്റവും മുകളിലുള്ള പാളിയാണ് എക്സോസ്ഫിയർ. എക്സോസ്ഫിയറിൽ വായു തന്മാത്രകൾ ക്രമേണ കുറഞ്ഞത് ബഹിരാകാശത്തിലേക്ക് ലയിക്കുന്നു. ഇനി അടുത്തത് എന്താണ്? തെർമോസ്ഫിയർ ആണ്. തെർമോസ്ഫിയറിൽ എന്ത് സംഭവിക്കുന്നു? തെർമോസ്ഫിയർ ഉയരം കൂടുന്തോറും താപനില വർദ്ധിക്കുന്നു. തെർമോസ്ഫിയർ ഉയരം കൂടുന്തോറും താപനില വർദ്ധിക്കുന്നു. അതുപോലെ 80 കിലോമീറ്റർ മുതൽ 400 കിലോമീറ്റർ വരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു. അടുത്തത് മീസോസ്ഫിയർ ആണ്. മീസോസ്ഫിയർ താപനില ഏറ്റവും കുറഞ്ഞ പാളി. അതുപോലെ ഉൽക്കകൾ കത്തിച്ചാരമാകുന്ന പാളി.
മീസോസ്ഫിയർ ആണ് താപനില ഏറ്റവും കുറഞ്ഞ പാളി, ഉൽക്കകൾ കത്തിച്ചാമ്പലാകുന്ന പാളി. ഇനി സ്ട്രാറ്റോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയർ എന്താണ്? ഓസോൺ വാതക സാന്നിധ്യമുള്ള മേഖല ഏതാണ്? സ്ട്രാറ്റോസ്ഫിയർ ആണ്. അടുത്തത് ട്രോപ്പോസ്ഫിയർ. ട്രോപ്പോസ്ഫിയർ ഉയരക്രമത്തിനനുസരിച്ച് ഒരു നിശ്ചിത തോതിൽ താപം കുറയുന്ന പാളി. ഇത്രയുമാണ് ഈ ഒരു അധ്യായത്തിൽ നമുക്ക് പഠിക്കുവാനായിട്ടുള്ളത്. ഇതിൽ നിന്ന് സ്ഥിരം ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു അധ്യായമാണ്. അപ്പോൾ ഈ ഒരു പാഠഭാഗത്ത് നിന്നുള്ള ചോദ്യങ്ങളുടെ മോക്ക് ടെസ്റ്റ് അടുത്തൊരു ദിവസം നമ്മൾ നടത്തുന്നതായിരിക്കും. ചാപ്റ്റർ നന്നായിട്ട് പഠിക്കുക, ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്